ഇനിയൊരവസരമില്ല. കണക്കുകൂട്ടി രാഹുൽ കരുനീക്കം നടത്തുമ്പോൾ ബി.ജെ.പി. കോട്ടയിൽ കയറി കൊത്താനുള്ള താക്കോൽ രാഹുൽ കനയ്യകുമാറിന് കൈമാറുകയാണ്. അതേസമയം ഇവിടെ നിലവിലെ അധ്യക്ഷനെ തെറിപ്പിക്കാനും രാഹുൽ മറന്നില്ല എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ നേതാവിന്റെ മുഖം പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളോടെ പരാജയത്തോടെ മങ്ങി തുടങ്ങുമ്പോൾ രാഹുൽ ചില കടുത്ത തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് കൈക്കൊള്ളുകയാണ്. മോദിയെ നിരന്തരം ആക്രമിക്കുന്നതിലോ നാഴികയ്ക്ക് 40 വട്ടം ബി.ജെ.പി. രൂക്ഷ വിമർശനം അഴിച്ചുവിടുന്നതിലോ മാത്രമല്ല വിജയം ഇരിക്കുന്നത് എന്നതാണ്. പകരം കോൺഗ്രസ് എന്ന പാർട്ടിയെ, അതിലെ തലതൊട്ട നേതാക്കളെ ഒന്ന് കുളിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊന്നും രാഹുലിനില്ല എങ്കിലും അടിപതറിയ ഈ കാലത്ത് മുന്നിൽ വന്നു നിൽക്കുന്ന പിടിവള്ളിയിൽ എങ്ങനെ പിടിക്കണമെന്നും വലിഞ്ഞു കയറണമെന്നുള്ള കാര്യമാണിപ്പോൾ രാഹുൽ തന്റെ നേതാക്കളെ പഠിപ്പിക്കുന്നത്. അവർ കൃത്യമായി കാര്യങ്ങളെ നീക്കിയാൽ മാത്രമേ കോൺഗ്രസിന് ഇനി നിലനിൽപ്പുള്ളൂ. ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുന്നിൽ കണ്ടാണ് വലിയ അഴിച്ചുപണിയിലേക്ക് രാഹുൽ കടന്നത്. ഇവിടെ കനയ്യകുമാറാണ് താരമാകുന്നത്. യുവാക്കൾക്ക് വേണ്ടി രാഹുൽ പറഞ്ഞതനുസരിച്ച് കനയ്യകുമാർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പദയാത്രയുമായിട്ടാണ് ഇറക്കം. കുട്ടികളും മുതിർന്നവരും എല്ലാവരും കനയ്യകുമാറിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ നിരന്തരമുണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ച സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുമൂലം യുവാക്കൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ബീഹാറിലെ ഗ്രാമങ്ങളെ വൃദ്ധസദനങ്ങളായി മാറ്റുകയാണ് എന്ന് പരക്കെ വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ പലായനവും തൊഴിലില്ലായ്മയും മുന്നോട്ട് വെച്ച് നടത്തപ്പെടുന്ന ഈ പദയാത്രയ്ക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ഇടയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. BPSC ഉദ്യോഗാർത്ഥികളുടെ സമര സംഘടനകളും പദയാത്രയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. പലായൻ രോക്കോ നൗകരീദോ എന്ന് പേരിട്ടിരിക്കുന്ന പദയാത്ര ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം പദയാത്രയ്ക്ക് വലിയ പിന്തുണ നൽകാതിരുന്ന PCC പ്രസിഡന്റ് അഖിലേഷ് പ്രസാദ് സിംഗിനെ മാറ്റി രാജേഷ് കുമാർ റാമിനെ പ്രസിഡന്റായി പാർട്ടി കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. കനയ്യകുമാറിനെ മുൻനിർത്തി ബീഹാറിൽ മഹാസഖ്യത്തിന്റെ ഉള്ളിലും കോൺഗ്രസിന്റെ വേറിട്ട അസ്തിത്വം നിലനിർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമായാണ് ഇതിനെയൊക്കെ വിലയിരുത്തപ്പെടുന്നത്. രാജേഷ് കുമാർ റാം, കനയ്യകുമാർ, പപ്പു യാദവ് എന്നിവരെ മുൻനിരയിൽ നിർത്തി കൃഷ്ണ അല്ലാരു നടത്തുന്ന പുതിയ നീക്കങ്ങൾ ബീഹാർ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന വാദം.